നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, ഇത് എന്ത് പീരിയോഡിക് ടേബിളാണ്? മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നല്ല. ഓക്കെ, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹിസ്റ്ററിയിൽ എങ്ങനെയാണോ ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു ഒരു പ്രദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്, അതേ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ ഈ ചാപ്റ്ററിനെ സമീപിക്കണം. എങ്കിലേ എന്തേ ഈ ചാപ്റ്റർ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പം അതായത് ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും, അഡ്വാൻറ്റേജസ് ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തുണ്ടാകും, ഇതിൽ ചർച്ച ചെയ്യും. ഓക്കെ, എന്തൊക്കെ പോരായ്മകളായിരുന്നു ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു നല്ല കാര്യങ്ങളുണ്ടായിരുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു രീതിയിൽ കുറച്ചൊക്കെ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻ ടു ദ ഹിസ്റ്ററി. ആദ്യമായിട്ട് ഇറ്റ് വാസ് ലാവോസിയർ ഹു ഫസ്റ്റ് മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലമെൻറ്റുകളെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലാവോസിയർ എന്നൊരു സയൻറ്റിസ്റ്റാണ്. 1789 അന്ന് നിലവിൽ എന്ന് പറഞ്ഞാൽ അന്ന് എലമെൻറ്റുകൾ എല്ലാ സമയത്തും ഉണ്ട്. അന്ന് നമ്മൾ മനസ്സിലാക്കിയ അഥവാ കണ്ടെത്തിയ 30 എലമെൻറ്റുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഓക്കെ ആണ്, ക്ലിയർ ആണ്? ഒന്നുകൂടി പറയാണ്, ലാവോസിയറാണ് ആദ്യമായിട്ട് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത്. ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഒഫീഷ്യലി മനസ്സിലാക്കി വെച്ച കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ഇപ്പം ഇന്ന് കാണുന്ന ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നും അന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഇൻഫർമേഷൻസ് എത്താനൊക്കെ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലാവോസിയറിന് മുമ്പോ അതിന് ശേഷമോ വേറെ ആരോ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്നോ എന്നൊന്നും യാതൊരു അറിവുമില്ല. അന്ന് ഇത് നമ്മൾ മനസ്സിലാക്കിയ ഹിസ്റ്റോറിക്കലായിട്ട് കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് കണ്ടുപിടുത്തങ്ങളായാലും ആ കണ്ടുപിടുത്തം അതിന് മുമ്പേ ആരെങ്കിലും ഉണ്ടാക്കിയിരുന്നോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം അതിന് മുമ്പ് ഉണ്ടാക്കിയിരിക്കാം, ഇല്ലാതിരിക്കാം, ഒക്കെ ഉണ്ടാവും. ചിലപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആളായിരിക്കും ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കാം. ലാവോസിയറാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ്? 1789 അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അന്ന് കണ്ടെത്തിയിരുന്ന 30 എലമെൻറ്റുകളെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ക്ലിയർ? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസും. മെറ്റലുകളും നോൺ മെറ്റലുകളും അല്ലാത്ത എലമെൻറ്റുകളും ഉണ്ട്. അതായത് മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവും, നോൺ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. പാർഷ്യലി മെറ്റലായിരിക്കും, പാർഷ്യലി നോൺ മെറ്റലായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന എലമെൻറ്റുകളെ പറയുന്ന പേരാണ് മെറ്റലോയിഡ്സ്. എന്താണ്? മെറ്റലോയിഡ്സ്. ഓക്കെ, ഈ മെറ്റലോയിഡ്സുകളെ ആരൊക്കെ ഈ പറയുന്ന ലാവോസിയർക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, ലാവോസിയർ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും 1789 അന്ന് കണ്ടെത്തിയ 30 എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ്സ് അഥവാ മെറ്റൽസും അല്ലാത്ത നോൺ മെറ്റൽസും അല്ലാത്ത മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സെയിം പ്രോപ്പർട്ടിയുള്ള മെറ്റലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്സ് ആയിരുന്നു. ഓക്കെ, ഇനി ലാവോസിയറിനെ കുറിച്ച് പറയാം.
ലാവോസിയറിന് ശേഷം ലാവോസിയറിന് ശേഷം ഡോബർണിയർ എന്നൊരു സയൻറ്റിസ്റ്റാണ് മെറ്റൽസിൻ്റെ എന്ത് ചെയ്യുന്നത്. ഡോബർണിയർ എന്ന സയൻറ്റിസ്റ്റ് ഒരു നോട്ട് ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം കണ്ടെത്തി, ഫൗണ്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോയിട്ടില്ല, പക്ഷേ ഇദ്ദേഹം കണ്ടെത്തി. എങ്ങനെ? സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 3 elements ഷോയിങ് സിമിലർ പ്രോപ്പർട്ടി. സിമിലർ പ്രോപ്പർട്ടിയുള്ള, ഒരേ പ്രോപ്പർട്ടിയുള്ള 3 എലമെൻറ്റുകൾക്ക് അടങ്ങിയിരിക്കുന്ന ചെറിയ ഗ്രൂപ്പുകൾ. ഓക്കെ, അതായത് 3 എലമെൻറ്റുകളായിരിക്കുന്ന 3 എലമെൻറ്റുകളോട് കൂടിയിരിക്കുന്ന ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന് എല്ലാത്തിനും സിമിലർ പ്രോപ്പർട്ടീസ് ആയിരുന്നു. മനസ്സിലായല്ലോ? 3 എലമെൻറ്റുകളോടിരിക്കുന്ന എന്താണ് ഒരു ചെറിയ ഗ്രൂപ്പിന് അതിനെല്ലാത്തിനും സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ചെറിയ ഗ്രൂപ്പായിരുന്നു. ഈ ചെറിയ ഗ്രൂപ്പിനെ അദ്ദേഹം പേരിട്ട് വിളിച്ചു ട്രയാഡ്സ്. ഇതിനെയാണ് ട്രയാഡ്സ് എന്ന് വിളിച്ചു. ഇതാണ് ട്രയാഡ്സ്. എന്താണ് ട്രയാഡ്സ്? സിമിലർ പ്രോപ്പർട്ടി, അതായത് ഒരേ പ്രോപ്പർട്ടിയോട് കൂടിയിട്ടുള്ള 3 എലമെൻറ്റുകളുടെ ചെറിയ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ട്രയാഡ്സ്. ഓക്കെ, ക്ലിയർ? ട്രയാഡ്സ്. അപ്പോൾ ഈ ട്രയാഡ്സുകൾ എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ലിഥിയം ഉണ്ട്. ലിഥിയം ഈ ഇതിൽ കാണുന്നുണ്ടല്ലോ. ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അറ്റോമിക് മാസ് ഓഫ് ലിഥിയം എന്ന് പറയുന്നത് 7 സോഡിയത്തിൻ്റെ 23, പൊട്ടാസ്യത്തിൻ്റെ 39. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ്. ആദ്യ എലമെൻറ്റിൻ്റെയും മൂന്നാമത്തെ എലമെൻറ്റിൻ്റെയും അപ്രോക്സിമേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ ആയിരിക്കും രണ്ടാമത്തെ എലമെൻറ്റ്. അപ്പോൾ നോക്കാം, ഈ ആദ്യത്തെ എലമെൻറ്റ് എത്രയാണ്? ലിഥിയത്തിൻ്റെ അറ്റോമിക് മാസ് 7, പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 39. 7 + 39/2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 23. അത് എന്തിൻ്റെ അറ്റോമിക് മാസാണ്? ഈ പറഞ്ഞിരിക്കുന്ന സോഡിയത്തിൻ്റെ അറ്റോമിക് മാസാണ്. അപ്പം ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഇടയിൽ സോഡിയത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ ഗ്രൂപ്പാണ് ട്രയാഡ്സ്. അതൊരു ട്രയാഡ് കണ്ടൻ്റാണ്, ഒരു ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ്. ഇനി അടുത്ത ഇതിൽ നോക്കാം. അടുത്ത കേസ് എന്താണെന്ന് നോക്കാം. ഇവിടെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. കാൽസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40, ബേരിയത്തിൻ്റെ 137.3. 40 + 137.3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എന്താണ്? 40 + 137.3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 88.65. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്നതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അറ്റോമിക് മാസ് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് ഇതിനോട് സിമിലർ ആയിട്ട് വരുന്നത് ഏതാണ്? സ്ട്രോൺഷ്യത്തിൻ്റെയാണ്. സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 87.6 ആണ്. 87.6 ആണ്. ക്ലിയർ? അപ്പം സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്തിൻ്റെ ഇതാണ്? സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് മാസാണ്. അപ്പം 40 + 137.3/2 എന്താണ്? 88.65. 88.65നോട് അപ്രോക്സിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് 87.6 ആണ്. ആ എലമെൻറ്റ് സ്ട്രോൺഷ്യമാണ്. അങ്ങനെ നമുക്ക് കാൽസ്യത്തിൻ്റെയും ബേരിയത്തിൻ്റെയും ഇടയിൽ സ്ട്രോൺഷ്യത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ട്രയാഡ് ഉണ്ടാക്കി. ഇനി അടുത്തത് നോക്കാം. ക്ലോറിനും ബ്രോമിനും അയഡിനും. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. എന്താ നോക്കാം? ക്ലോറിന്, ബ്രോമിന്, അയഡിൻ. അതിൽ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. അയഡിൻ്റെത് 127. അപ്പം 35.5 + 127/2 എന്ന് പറഞ്ഞാൽ 81.25 ആണ്.
അപ്പോൾ അന്ന് നിലവിലുണ്ടാകുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ബ്രോമിൻ്റെ കേസിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 80 അത് 81.25നോട് ഏകദേശം അതായത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നില്ലേ. അതുകൊണ്ട് ആ ബ്രോമിനെ ഈ ക്ലോറിയത്തിൻ്റെയും അയഡിൻ്റെയും ഇടയിലായിട്ട് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു, ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നാൽ എല്ലാ എലമെൻറ്റുകളെയും അന്ന് എന്തായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ട്രയാഡ് എന്ന ഗ്രൂപ്പിൽ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ന്യൂലൈൻസ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് 1866 ന്യൂലൈൻസ് എന്നൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പുരോഗമിച്ച് പോയിട്ടോ 30 എലമെൻറ്റിൽ നിന്ന് 56 എലമെൻ്റായി മാറി. 30 എലമെൻറ്റിൽ നിന്ന് 56 എലമെൻറ്റുകളിലേക്ക് എത്തി. അപ്പം കണ്ടെത്തി കഴിഞ്ഞു. അന്ന് നിലവിൽ 56 എലമെൻറ്റുകളുണ്ടായിരുന്നു. ആ 56 എലമെൻറ്റിലെ 1866 ന്യൂലൈൻസ് എന്ന സയൻറ്റിസ്റ്റ് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി വെച്ചു. ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. He found that properties of the 8th element is the repetition of those of first element. അദ്ദേഹത്തിന് എന്ത് കണ്ടെത്തി, ഇങ്ങനെ ആറ്റോമിക് മാസിനെ ഇൻക്രീസിങ് ഓർഡറിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ 8ാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷനാണ്. ആദ്യത്തെ എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷൻ ആയതായി കണ്ടെത്തി. 8ാമത്തെ എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റ് റിപ്പീറ്റേഷൻ ആണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്തി. ഇത് എങ്ങനെ എന്താണ്, ഈ കമ്പയർഡ് ദിസ് ടു ദ 7 നോട്ട്സ് ഓഫ് മ്യൂസിക്. നമ്മൾ മ്യൂസിക്കിൽ 7 നോട്ടുകളില്ലേ, സാ രി ഗ മ പ ധ നി അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് സാ നമ്മൾ പിന്നെ തുടങ്ങും അല്ലേ. അപ്പോൾ 7 നോട്ടുകളുണ്ട്. ഈ നോട്ടിന് സിമിലറായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെ എന്ത് ചെയ്തു കമ്പയർ ചെയ്ത് വെച്ചു. അപ്പം 8ാമത് വരുന്ന എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റ് റിപ്പീറ്റേഷൻ, ഇത് കമ്പയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം വെച്ചിരുന്നത്. ഓക്കെ, ദിസ് ലോ ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഒക്ടേവ്സ്. ഇതിനെ ഇദ്ദേഹം ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞു. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ലൈക്ക് മ്യൂസിക്കൽ നോട്ട്സ് പോലെ ന്യൂലാൻഡ് 1866 അന്ന് നിലവിലുണ്ടായിരുന്ന 56 എലമെൻറ്റുകളെ ഇൻക്രീസിങ് ഓർഡറിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ 8ാമത് വരുന്ന എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷനാണെന്ന് കണ്ടെത്തി. ഓക്കെ, ഇത് ഒരു ലോ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ലോ ആണ് ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, ഇത് ചോദിക്കാം, ലോ ഓഫ് ഒക്ടേവ്സ് ആരാ കണ്ടെത്തിയതെന്നൊക്കെ ചോദിച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ന്യൂലൈൻസ് ആണ് എന്താണ്. ബട്ട് വൺ ഓഫ് നോട്ട്സ് ലിമിറ്റേഷൻസ് one of the noted limitations of this was that the elements with a higher atomic mass did not obey this rule. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ഹയർ അറ്റോമിക് മാസിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അറ്റോമിക് മാസിൻ്റെ കേസിൽ കുഴപ്പമൊന്നുമില്ല. ഹയർ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു, ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒക്ടേവ് റൂൾ പ്രോസസ്സ് പോലെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി നമുക്ക് പഠിച്ചു. ലാവോസിയറിൽ നിന്ന് ഡോബർണിയറിലേക്ക് എത്തി, ഡോബർണിയറിൽ നിന്ന് എന്താണ് നമ്മൾ ന്യൂലൈൻസിൽ എത്തിപ്പെട്ടിട്ടോ. ഇനി അങ്ങോട്ട് പോവുകയാണ്, എന്താണ് ഓരോരുത്തരും എന്താ ചെയ്തതെന്ന് നോക്കണം. ലാവോസിയർ അന്ന് 30 എലമെൻറ്റ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഡോബർണിയറിൻ്റെത് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ട്രയാഡ്സ് ആണ് ഉണ്ടായിരുന്നത്. സിമിലർ പ്രോപ്പർട്ടീസുള്ള എന്താണ് 3 എലമെൻറ്റുകളായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ട്രയാഡ്സ് ആയിട്ട് വെച്ചു. ഇതാണ് എന്താ പറയുന്നത്, ഡോബർണിയറിൻ്റെത്. ന്യൂലൈൻസിൻ്റെത് എന്താണ്, ഒക്ടേവ് റൂൾസ് ആണ്, ഇപ്പം പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. എന്താണ് ഒക്ടേവ് റൂൾ എന്ന് നോക്കാം. ഒക്ടേവ്സ് ഓഫ് ന്യൂലൈൻസ് നോക്കാം. എലമെൻറ്റ്സ് ലിഥിയം
ലിഥിയം ലിഥിയം, ബെറിലിയം, ബോറോണ്, പിന്നെ കാർബണ്, നൈട്രജന്, ഓക്സിജന്, ഫ്ലൂറിന്, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിന്, പൊട്ടാസ്യം, പിന്നെന്താ കാൽസ്യം. ഓക്കെ, അപ്പോൾ നോക്കാം. ലിഥിയം കഴിഞ്ഞു. ലിഥിയം നമുക്ക് ലിഥിയത്തിൻ്റെ എട്ടാമത്തത് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം ഇത് കഴിഞ്ഞ് ലിഥിയം തുടങ്ങി. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം? ലിഥിയം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. അപ്പം 1, 2, 3, 4, 5, 6, 7. എട്ടാമത്തെ ഏതാണ്? സോഡിയം. അപ്പം സോഡിയവും എന്താണ്? സോഡിയം. അപ്പോൾ സോഡിയവും ലിഥിയവും എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സോഡിയത്തിന് 1, 2, 3, 4, 5, 6, 7. എട്ടാമത്തത് എന്താണ്? പൊട്ടാസ്യം. അപ്പം ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ ഏകദേശം ഒരു പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് അവിടെ നിന്ന് നമുക്ക് ബെറിലിയം നോക്കാം. ബെറിലിയത്തിൻ്റെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലല്ലേ. അപ്പം ബെറിലിയം കൂട്ടിയിട്ടുണ്ട് 1, 2, 3, 4, 5, 6, 7. എട്ടാമത്തത് മഗ്നീഷ്യമാണ്. അപ്പം ബെറിലിയം, മഗ്നീഷ്യം ഇതേപോലെ തന്നെ എണ്ണി നോക്കിയാൽ കാൽസ്യത്തിൻ്റെ എത്തും. ഇനി നമുക്ക് ബോറോണിൻ്റെ കേസിൽ അതേമാതിരി തന്നെ ബോറോൺ കൂട്ടിയിട്ട് എണ്ണാം. അങ്ങനെ എട്ടാമത് വരുന്നത് അലൂമിനിയത്തിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. കാർബണിൻ്റെ കേസിൽ എങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ സിലിക്കണിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കാം എന്താണ്? ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം സെയിം പ്രോപ്പർട്ടീസ്, ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇനി എന്താണ്? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം സെയിം പ്രോപ്പർട്ടീസ് തന്നെ കാണിക്കുന്നു. ഓക്കെ, ബോറോൺ, അലൂമിനിയം അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. പിന്നെ കാർബൺ, സിലിക്കൺ അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. പിന്നെ എന്താണ്? നൈട്രജൻ, ഫോസ്ഫറസ് സെയിം പ്രോപ്പർട്ടീസ് തന്നെ. പിന്നെ ഓക്സിജനും സൾഫറും സെയിം പ്രോപ്പർട്ടീസ് തന്നെ ഇതേപോലെ കാണിക്കുന്നു. പിന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ ഇതൊക്കെ സെയിം പ്രോപ്പർട്ടീസ് തന്നെ കാണിക്കുന്നു. ഇതേപോലത്തെ നിങ്ങൾ ഇനി മോഡേൺ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ്. എന്താണ്? മോഡേൺ പീരിയോഡിക്കിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് കാണാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് കാണുന്നത് അല്ലേ. അതേമാതിരി ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം ഇതൊക്കെ ഒരേ ഗ്രൂപ്പിൽ തന്നെയല്ലേ വരുന്നത്. ഇനി ബോറോണ്, അലൂമിനിയം, പിന്നെന്താണ്? കാൽസ്യം ഇത് ഒരേ ഗ്രൂപ്പിൽ തന്നെ അല്ല. എന്താണ്? ബോറോണും അലൂമിനിയം ഒരു ഗ്രൂപ്പിൽ തന്നെയല്ലേ. ബോറോണും അലൂമിനിയം മാത്രമേ ഉള്ളൂ, ഒരു ഗ്രൂപ്പിൽ തന്നെയല്ലേ. ഇനി കാർബണും സിലിക്കണും അതൊരു ഗ്രൂപ്പിൽ തന്നെയല്ലേ വരുന്നത്. നൈട്രജനും ഫോസ്ഫറസും ഒരു ഗ്രൂപ്പിൽ തന്നെ. ഫ്ലൂറിനും ക്ലോറിനും ഒരു തന്നെ വരുന്നത്. അതായത് സെയിം പ്രോപ്പർട്ടീസാണ് അതിനുള്ളത് അല്ലേ. പക്ഷെ എന്താണ് അതിൻ്റെ ഇതുണ്ടായിരുന്നത്? അപ്പം ഇതേപോലെ അതായത് ആദ്യത്തതും എട്ടാമത്തതും സെയിം പ്രോപ്പർട്ടീസ് തന്നെ കാണിക്കുന്നു. അപ്പോൾ ഒരു 7 നോട്ട്സുള്ള രീതിയിലാണ് കണ്ടത്. ഇതിനാണ് ഒക്ടേവ് റൂൾസ് എന്ന് പറയുന്നത്. ഒക്ടേവ് റൂൾസ് ഒക്ടേവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂലാൻഡ്സ് ആണ് ഒക്ടേവ് ലോസ് ഇൻക്ലൂഡ് ചെയ്തത്. ഒക്ടേവ് റൂൾ പ്രകാരം എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ആറ്റോമിക് മാസിൻ്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒബേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ ഡ്രോബാക്സ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ യൂസിങ് ടേബിളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാലോ. കാരണം അതിൽ കുറച്ച് മെൻ്റൽ ലീവ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊക്കെ കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുമ്പേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. നമ്മൾ ന്യൂലാൻഡ്സ് പഠിച്ചു, ആദ്യത്തെ ലാവോസിയർ പഠിച്ചു, ഡോബർണിയർ പറഞ്ഞു, പിന്നെന്താണ് ന്യൂലാൻഡ്സ് പഠിച്ചു. അത് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എന്താണ്, പിന്നെ എന്താണ് അതിൻ്റെ ഡ്രോബാക്സുകൾ എന്താണെന്നുള്ളത് ഒരു
വേറൊരു ഷോർട്ടായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.